പടക്കത്തി അമ്മക്കൊപ്പം സെൽഫി എടുക്കാൻ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ, പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ട വേദിയിലെത്തുന്നവർ പടക്കത്തി അമ്മയോടൊപ്പം സെൽഫിയെടുക്കാൻ മത്സരിക്കുന്ന കാഴ്ച കളിയാട്ട വേദിയിലെ കൗതുക കാഴ്ചയായി മാറുകയാണ്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയകളും വ്യാപകമായതോടെയാണ് കൗതുകമുള്ള എന്തിനൊപ്പവും സെൽഫി എടുത്ത് സ്വന്തക്കാരിലേക്ക് ഷെയർ ചെയ്യുക എന്നത് പ്രായഭേദമന്യേ ശീലമായത്. പെരുങ്കളിയാട്ട വേദിയിലെത്തുന്നവരെ കാത്തിരിക്കുന്ന പടക്കത്തിയമ്മയുടെ ശില്പമാണിപ്പോൾ സോഷ്യൽ മീഡിയകളിലെ താരമായി മാറിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ ശില്പി PK പ്രകാശനാണ് പടക്കത്തിയമ്മയുടെ ഈ മനോഹര ശില്പം ഒരുക്കിയത്. കാർപ്പൻട്രി തൊഴിലാളിയായ പ്രകാശൻ ഒഴിവു വേളകളിലാണ് തൻ്റെ ഇഷ്ടവിനോദമായ ശില്പങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പടക്കത്തി ഭഗവതിനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 10-12 ദിവസമായി. രാവും പകലുമായിട്ട് ഞാനിതിൻ്റെ പണിപ്പുരയിലാണ്. പിന്നെ ഇത് ആദ്യം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത്, പിന്നെ വേറൊരു അവസരം കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയാണ്. ഞാൻ 2016 നമ്മുടെ അടുത്ത തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതിയിലെ പ്രതിമ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല പേര് കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ ഇളമ്പിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സിമെൻറ്റിലൊരു മഹാത്മാഗാന്ധിയുടെ പ്രതിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ വീട്ടിലുള്ള നമ്മളെ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ പ്രതിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ വിവേകാനന്ദൻ, വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ മഹാരഥന്മാരുടെ ഒരുപാട് പ്രതിമകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മരപ്പണിയാണ് അതിൻ്റെ കൂടുതൽ താല്പര്യം. മരപ്പണിയില്ല, കൂടുതൽ ഇതിലൂടെ താല്പര്യം. പക്ഷേ മരപ്പണി ഉപേക്ഷിച്ചാൽ ജീവിതമാർഗം ഇല്ലാതായി പോകുന്നില്ല, ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടാണ് കൂടുതൽ താല്പര്യം. ഇനിയും ആൾക്കാർ കണ്ടിട്ട് ഇനി നല്ല നല്ല ശില്പങ്ങൾ ഉണ്ടാക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ചെയ്യാൻ ഒരുക്കമാണ്. അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സെൽഫി എടുക്കാനും ഇതൊക്കെ വരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു പൊതുവെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കല്യാട്ട സ്ഥലത്ത് അതിന് ശേഷം നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ അതിന് ശേഷം 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിനു മുമ്പിൽ ഇന്ന് സെൽഫി എടുക്കുകയും പിന്നെ മത്സരത്തോടു കൂടെ സെൽഫി എടുക്കുന്നത് കാണുന്നത്. പക്ഷെ അത് കാണുമ്പോൾ അത് ഉണ്ടാക്കിയത് വളരെ സന്തോഷമുണ്ട്. അത് ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കാത്തിരുന്ന കളിയാട്ടവേദിയിൽ തൻ്റെ ശില്പത്തിൻ്റെ ഫോട്ടോകളും വീഡിയോകളും പകർത്താൻ ആളുകൾ മത്സരിക്കുന്ന കാഴ്ചയിൽ ഏറെ സന്തോഷവാനാണ് പ്രകാശൻ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.